ഹായ്, ഹലോ. അപ്പം കുറേ നാളായി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ചുമ്മാ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ച്. അപ്പം രാവിലെ തന്നെ നല്ല തണുപ്പാണ് ഗൈസ്. ഇപ്പം ഊട്ടിയും തോറ്റു പോകും, അത്രയ്ക്കും തണുപ്പുണ്ട് ഞങ്ങളുടെ കൊല്ലത്ത്. മിക്കവാറും അടുത്ത കൊല്ലമൊക്കെ ആകുമ്പോൾ ഇവിടെ ഊട്ടിയാവും. അപ്പോൾ രാവിലെ എല്ലാവരും ചോദിച്ചു ഞാൻ അതാ നല്ല ചൂട് ചായയൊക്കെ എടുത്ത് കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അച്ഛനും അമ്മയൊക്കെ പോയി. അച്ഛന് ജോലി ഉണ്ടോയെന്ന് അറിയത്തില്ല, അമ്മയ്ക്ക് ജോലി ഉണ്ട്. അമ്മ പോയി. അമ്മ നേരത്തെ വരും, ഞായറാഴ്ചയല്ലേ, നേരത്തെ വരും. കുറേ പേര് എൻ്റെ ഇൻസ്റ്റയിൽ വന്നിട്ട് പറഞ്ഞ് ലോങ് വീഡിയോസും കാര്യങ്ങളൊന്നും കാണുന്നില്ലല്ലോ മോളെ, ലോങ് വീഡിയോ എന്തെങ്കിലും ഒരു കൊച്ചൊരു വീഡിയോ ചെയ്തിടണേ എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഭയങ്കര സന്തോഷം കേട്ടോ, വീഡിയോ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചായ കുടിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ചായ കുടിക്കട്ടെ. നല്ല തണുപ്പ്, തണുത്തിട്ടാണെങ്കിൽ വിറയ്ക്കാൻ വയ്യ. ഇന്നലെ എന്ത് തണുപ്പായിരുന്നു ദൈവമേ. ഇന്നലെ പകലൊക്കെ ഞാൻ പുറത്തിൻ്റെ അടിയിൽ കിടന്ന അവസ്ഥയായിരുന്നു. എനിക്കാണെങ്കിൽ തണുപ്പ് ഒട്ടും പറ്റത്തില്ല. പിന്നെ വൃശ്ചിക മാസവും കൂടെ ആയതുകൊണ്ട് എല്ലായിടത്തും കഞ്ഞിയാണ്, അയ്യപ്പൻ കഞ്ഞി. നിങ്ങളവിടെയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ അയ്യപ്പൻ കഞ്ഞി എല്ലായിടത്തും കാണും. കാണാത്ത ഞാൻ വെറും വണ്ടിയാണല്ലോ ദൈവമേ. എല്ലായിടത്തും അയ്യപ്പൻ കഞ്ഞിയൊക്കെ ഉണ്ട്, സോറി കേട്ടാ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ താഴെ ഒരു മോൻ മലയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അയ്യപ്പൻ കഞ്ഞിയുണ്ട്. ഇന്നലെ വിളിച്ചായിരുന്നു, അങ്ങനെ കഞ്ഞിയൊക്കെ ഉണ്ട്. എനിക്ക് പോകാൻ ഭയങ്കര മടിയാണ്, ഞാനങ്ങനെ പോകത്തില്ല. മേടിച്ചുകൊണ്ട് വന്നാൽ കഴിക്കും. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ എൻ്റെ ബ്രദർ ദുബായി പോയിട്ട് ഒരു മാസമൊക്കെ ആവാറായി. പിന്നെ ഷോർട്ട് വീഡിയോ സത്യത്തിൽ ഞാൻ കുറേ ദിവസമായി ചെയ്തിട്ടല്ലേ. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ നിന്ന് ഞാൻ ബാക്കിലോട്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു. വീഡിയോസോ കാര്യങ്ങൾക്കോ ഒരു മുൻഗണന ഞാൻ നൽകുന്നില്ല അല്ലേ. ഞാനിത് എനിക്ക് തോന്നുമ്പോഴൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തിടുന്നത്. ഒരു ഇതില്ലാത്ത രീതിയിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി ഞാൻ ചെയ്യാവേ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും വീഡിയോ. അപ്പം എന്താ പറയുക, എല്ലാവരും ഇന്ന് ഞായറാഴ്ചയല്ലേ, എല്ലാവരും വീട്ടിൽ കാണുമല്ലോ. ചിക്കനും മട്ടനൊക്കെ പൊരിച്ചൊക്കെ തിന്നാം. നമ്മളെ വീട്ടിലൊന്നും സ്പെഷ്യലും കാര്യങ്ങളൊന്നുമില്ല, സാധാ ചോറ്, ചമ്മന്തിയോ എന്തെങ്കിലും ഉള്ളിത്തീയലോ അങ്ങനെയില്ല. മീനുണ്ട്, പക്ഷെ വലിയ മീനൊന്നും ഞാൻ അങ്ങനെ കഴിക്കത്തില്ല, അതുകൊണ്ട് അത് കട്ട്. അപ്പം എന്താ പറയുക, ഞാൻ ഈ ചായ കുടിക്കട്ടെ, അല്ലെങ്കിൽ ചായയുടെ ചൂട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും. ചായ കുടിച്ചിട്ട് ചായയൊക്കെ കുടിച്ച് തീർന്ന് അടുക്കളയിൽ ഒരു പാത്രം കൂട്ടി വാരി വെച്ചിരിക്കുന്നു ഗൈസ്. ഇത് നോക്കിയത് മൊത്തം ഞാൻ കഴുകി പറക്കണം. ഇനിയിപ്പോൾ കഴുകി പറക്കി ഇത് ഒരു സുന്ദര കുട്ടനാക്കി എടുക്കട്ടെ. ചെറിയ വീടാണ്, എല്ലാവർക്കും അറിയാം. അതിൻ്റേതായ പോരായ്മയൊക്കെ കാണും. അപ്പം ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഞാൻ ഫ്രഷ് ആയിട്ടൊക്കെ വരാം. കുളിച്ച് സുന്ദരി കുട്ടിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം സുന്ദരി കുട്ടിയായി വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഞാനൊരു ക്രീം യൂസ് ചെയ്യും. എനിക്ക് കുറച്ച് മാസത്തിന് മുന്നേ നെറ്റിയിൽ കുഞ്ഞു ആദ്യമേ ഒരു 2-3 കുരുപ്പാണ് വന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് ചൂടിൻ്റെ ആയിരിക്കും, അതങ്ങ് പോകുമെന്ന് വെച്ച്. ഇതങ്ങ് കൂടി, ഇവിടെ ഫുള്ളായിട്ട് അങ്ങ് കൂടി, നല്ല വൃത്തികേടായിപ്പോയി. അപ്പോഴത്തേക്കും എൻ്റെ ഒരു കൂട്ടുകാരി ഒരു പാരിപ്പള്ളി ഒരു ഹോസ്പിറ്റലിൽ ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറിനെ കണ്ട്. അവൾക്ക് ഇതിനെക്കാട്ടി കുരുപ്പായിരുന്നു. അപ്പോഴത്തേക്കും അവൾക്ക് എനിക്കൊന്ന് പല ഹോസ്പിറ്റലിൽ അവൾ പോയി, എന്നിട്ടൊരു കുറവുമില്ല. അങ്ങനെ അവസാനം അവൾ അവിടെ പോയപ്പോഴത്തേക്കും ഒരു ഡോക്ടർ ഒരു ഓയിൻമെൻറ്റ് കൊടുത്ത് ഗുളികയും കൊടുത്തപ്പോഴത്തേക്കും അവളെ കുരുവൊക്കെ മാറി. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ ഒരിത്, അപ്പോൾ അവൾ പറഞ്ഞ് നീ അവിടെ പൊടി മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് ഞാൻ കാര്യം പറഞ്ഞ്, സത്യ ഡോക്ടറിനെയൊക്കെ നമിക്കണം, നല്ലൊരു ഡോക്ടർ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത് പെട്ടെന്ന് പോകുമെന്നൊക്കെ. ഞാൻ ഒരാഴ്ച ഒരു ഓയിൻമെൻറ്റ് ഇട്ടതേ ഉള്ളൂ. ഈ മുഖക്കുരു പഴുക്കാതിരിക്കാൻ, സൈഡ് എഫക്റ്റ് ഒന്നും വരാതിരിക്കാൻ അവർ ഒരു ഗുളികയും കൂടെ തന്നായിരുന്നു. അത് കഴിച്ചിട്ട് രാത്രിയാകുമ്പം അത് മുഖം നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് ഓയിൻമെൻറ്റ് ഇടണമെന്ന് പറഞ്ഞു സ്കിന്നിൽ. ഒരാഴ്ച ആയപ്പോഴത്തേക്കും അത് നോർമലി തന്നെ മുഖം മൊത്തം എന്താണ്ട് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ, നന്നായിട്ട് പൊരിഞ്ഞ് ഇളകിപ്പോയി. അപ്പോഴത്തേക്ക് ഇതാണ്ട് ഈ ഒരു ഓയിൻമെൻറ്റാണ് എനിക്ക് തന്നത്. പക്ഷേ സാധനം സെറ്റ് സാധനം. ഞാനിത് രാവിലെ കുളിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടും. ഇപ്പോൾ കുരുപ്പെല്ലാം പോയി എങ്കിലും 2-3 കുരുപ്പിക്കുമ്പോഴത്തേക്കും ഒരു ടെൻഷൻ. ഇത് എനിക്കിങ്ങനെ മുഖത്ത് കുരുപ്പും കാര്യങ്ങളൊന്നും വരാത്തതായി. എങ്ങനെ വന്നോ എവിടെ നിന്ന് വന്നോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഈ ഇടക്കാലം വെച്ച് ഇങ്ങനെ കുരുപ്പ് 2-3 ഇടത്തൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്കൊരു ടെൻഷൻ.
അപ്പോഴത്തേക്ക് ഇതൊന്ന് യൂസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കൊന്ന് ഓക്കെയാണ്. നമ്മളിപ്പോൾ ഒരു കുരുപ്പാണെങ്കിൽ ആ ഒരു ഓയിൽമെൻറ്റ് ഇട്ട് എടുത്താൽ ഓക്കെയാണ് കേട്ടോ. സൂപ്പർ സാധനമാണ്. ഇത് ഞാനിങ്ങനെ മുഖത്ത് 2-3 കുരുപ്പ് വരുമ്പോൾ എടുത്തിടും. ചില കുരുപ്പാണെങ്കിൽ എനിക്ക് നല്ല വേദന എടുക്കും കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ചൂടിൻ്റെ ആയിരിക്കുമെന്നാണ് ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ നമ്മൾ എത്ര തേച്ച് പിടിപ്പിച്ചാലും അതിങ്ങനെ ഇങ്ങനെ ഇരിക്കും, അറിയാൻ പറ്റുന്ന രീതിയിൽ. അത് താനേ പോവും കേട്ടോ, ആ കളർ അങ്ങ് താനേ പോവും. നമ്മൾ എത്ര തേച്ച് പിടിപ്പിച്ചാലും അങ്ങനെ തന്നെ നിൽക്കും കളർ. ആ വെള്ള കണക്കങ്ങ് നിൽക്കും. സാധനം പൊളി സാധനമാണ്. എനിക്കിതാ ഇപ്പം 2-3 ദിവസം കൊണ്ട് ഈ താടിയുടെ ഇവിടെ ഇങ്ങനെ കുരുപ്പ് വരുന്നു. എന്താണോ അത്, ഇനിയിപ്പം ചിലപ്പം ചൂടിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ അല്ലാതെ ആയിരിക്കാം. പക്ഷെ ഇത് ഇടുമ്പോഴത്തേക്കും പോവും സാധനം. പഴുക്കും, കുരുപ്പ് നിന്ന് നമുക്ക് പഴുക്കും. അപ്പം നിങ്ങൾ മുഖത്ത് കുരുപ്പ് വന്നാൽ മുഖക്കുരു പൊട്ടിക്കരുത് കേട്ടോ. പൊട്ടിച്ച് കഴിഞ്ഞാൽ പണി പശുവും പാലിൽ തന്നെ കിട്ടും. ഇപ്പം കണ്ട ഇത് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ താടിയുടെ ഒരു ലുക്കില്ലേ. നിങ്ങൾ കുരുപ്പ് വന്നാൽ ഒരു കാരണവശാലും കുരുപ്പ് പൊട്ടിക്കല്ലേ. പൊട്ടിച്ച് കഴിഞ്ഞാൽ ഈ മുഖക്കുരു എന്താ പറയുക, നന്നായിട്ട് പടർന്ന് പണി കിട്ടും. പക്ഷെ നല്ല കുരുപ്പുണ്ടായിരുന്നു, എല്ലാം പോയി കേട്ടാ. ഞാൻ അതല്ലേ, ഞങ്ങൾ എത്ര തേച്ചാലും കണ്ടേ ഇങ്ങനെ ഇരിക്കും. രാത്രി ഇത് കൂടിയ സമയത്ത് ഞാൻ മുഖത്ത് മൊത്തം ഇടുമ്പം വാച്ച് കളയത്തില്ല, ഡയറക്റ്റ് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ അങ്ങ് വെക്കും. കാരണം രാത്രി ആരും കാണാനില്ലല്ലോ. രാവിലെ അഥവാ ആരെങ്കിലുമൊക്കെ കയറി വന്നാൽ. അതുകൊണ്ട് എനിക്ക് എന്നെ കാണുമ്പോൾ തന്നെ ചിരി വരുക. എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കാപ്പി കുടിച്ചില്ല, ഇനി കുടിക്കണം. അത് വേണമെങ്കിലും തേക്കാം കേട്ടോ, കുരുപ്പ് പോവും, അത് ഉറപ്പാണ്. നല്ല ഡോക്ടറാണ് ഉണ്ണിമുകുന്ദൻ എന്നേ വരുന്നുള്ളൂ. ഉണ്ണികൃഷ്ണൻ പാരിപ്പിള്ളിയിലാണ്. ഈ കല്ലുവാതയ്ക്കലോട്ട് പോണ വഴിയിലൊരു ചേനത്തോ അവിടെ ഇവിടെ ഒരു സ്ഥലമുണ്ട്. ആ ഒരു സ്ഥലത്താണ് ഈ ഡോക്ടർ ഇരിക്കുന്നത്. വീട്ടിലാണ് ആ ഡോക്ടർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ഹോസ്പിറ്റലാണ് കേട്ടോ. നമ്മുടെ എല്ലിൻ്റെ പ്രോബ്ലം ആണെങ്കിലും സ്കിന്നിൻ്റെ എനിക്ക് തോന്നുന്നു അവിടെ ആർക്കും അറിഞ്ഞൂടാ. സ്കിന്നിന് അവിടെ സാറ് കൂടുതൽ നോക്കുന്നത് ഓർത്തോയാണ്. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരി അല്ലാതെ ചെന്ന് അവൾ കാണിച്ചപ്പം സാധനം പൊളിയായിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനും പോയത്. അപ്പം ഞാൻ അവിടുത്തെ നേഴ്സുമാരോട് ചോദിച്ചിട്ട് അവന്മാർക്ക് ആർക്കും അറിഞ്ഞൂടാ അയാൾ സ്കിന്നിൻ്റെ ഡോക്ടറാണെന്ന്. പിന്നെ അവിടെ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞ് നീ ആരോടും ചോദിക്കേണ്ട, കയറി ചെല്ലാൻ പറഞ്ഞു. കയറി ചെന്നപ്പോഴാണ് സംഭവം മനസ്സിലായത്. കൊള്ളാം കേട്ടോ, നല്ല ഡോക്ടർ. ഞായറാഴ്ചയല്ലേ, എല്ലാവരെയൊക്കെ പോയി വല്ലതൊക്കെ വെച്ച് കഴിക്കുക ഇങ്ങോട്ട് പോയി. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പം പോയെന്ന് തോന്നല്ലേ, ചുണ്ടിലെല്ലാം പറ്റി. ഞാൻ വല്ലതും കഴിക്കട്ടെ, നല്ല വിശക്കുന്നുണ്ട് കേട്ടോ, കഴിച്ചിട്ട് വരാം. രാവിലെ കഴിക്കാൻ നല്ല ചൂടപ്പവും ഉള്ളിക്കറിയും പിന്നെ കുഴിമന്തിയും. നല്ല മന്തി മേടിച്ചിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പം അത് ഞാൻ അടച്ച് വെച്ച്. ഞാൻ അത്രയും ഫുള്ള് കഴിക്കത്തില്ലല്ലോ. അപ്പം ഒരു ഇത്തിരി ഉണ്ടായിരുന്നു, അതെടുത്ത് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച്. ഞാനിത് എനിക്ക് ഈ ചോറ് ഫ്രൈ ഇല്ലാതെയോ കറിയും കാര്യങ്ങളൊന്നും വേണ്ട, ഞാനത് പച്ചയ്ക്ക് തിന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് എനിക്കറിയില്ല, ചിക്കൻ വേണമെന്നൊന്നുമില്ല. ഞാൻ അല്ലാതെ അത് നന്നായിട്ട് കഴിക്കാം കേട്ടോ. അതുകൊണ്ട് സാധനം ഇതാണ്. അച്ഛൻ്റെ തുണിയൊക്കെ ബാക്കിൽ കിടക്കണം, നിങ്ങൾ അതൊന്നും നോക്കണ്ട. എനിക്കതല്ലാതെ ഇങ്ങനെ തിന്നെ ഇഷ്ടമാണ്. എൻ്റെ അമ്മ പറയുന്നത് നീ ഇങ്ങനെ ഇടി തിന്നുന്നേന്ന്. അമ്മ കഴിക്കത്തില്ല. അമ്മയുടെ കൊച്ചിലെ തന്നെ ചിക്കൻ, മട്ടൻ, വലിയ മുതു പിടിച്ച മീനൊന്നും കഴിക്കത്തില്ല. ഞാനും അമ്മേനെ കണക്കാണ്, വലിയ മീനൊന്നും കഴിക്കത്തില്ല. ഈ ചെറിയ അയിലയോ നെത്തോലി, ചാള അതൊക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലാതൊന്നും അമ്മ കഴിക്കത്തില്ല. ഇതിൻ്റെ മണം ദൈവമേ, എനിക്ക് ഈ റൈസിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മസാലയുടെയൊക്കെ മണം ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് വെറുതെ ഇരിക്കുമ്പോൾ തിന്നും. എനിക്ക് കറിയൊന്നും വേണമെന്നില്ല, അത് ഞാൻ പച്ചക്കറി തിന്നോളും. അപ്പം എന്താ പറയുക, കീല പിടിച്ച ഞാൻ ഇതൊന്ന് കഴിച്ചിട്ട് വരട്ടെ. ഓക്കെ, അത് ഒരുങ്ങി ഒരു സ്ഥലം നേരെ എനിക്ക് പോകാനുണ്ട്, നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ നടു ഒട്ടും എന്നിട്ടും ഞാൻ പോവുകയാണ്. എനിക്ക് കൂടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ നടുവേദന വരാറുണ്ട്. ഞാൻ പോയിട്ട് വരട്ടെ. പിന്നെ ഒരുങ്ങിയതൊക്കെ കൊള്ളാമല്ലേ, പോയിട്ട് വരാം.
അപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതായപ്പോൾ വീട്ടിൽ വന്നു, രാത്രിയായി. അപ്പോൾ ബാക്കി വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. വന്നപ്പോൾ തന്നെ കേട്ടോ മുടി പിന്നി പിടിച്ച് കിട്ടി. രാത്രിത്തെ എൻ്റെ മെയിൻ പരിപാടിയാണ് തിന്നിക്കെട്ടൽ. ബാക്കിൽ തലങ്ങണ അത് നോക്കണ്ട, അടിക്ക് പറക്കി ഒതുക്കാനൊന്നും സമയത്തില്ല. അപ്പം ഞാൻ രാവിലെ ഞാനൊരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. പോയിട്ട് വന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ സത്യത്തിൽ സമയമില്ലായിരുന്നു. ഇന്ന് ഞാൻ വിചാരിച്ച മൊത്തം നല്ല രീതിക്ക് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ പാതി വഴി വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. എന്താ പറയുക, എങ്കിലും ഞാൻ വീഡിയോ എടുത്തില്ല. ഇപ്പം രാത്രിയായി. ഇപ്പം അമ്മയൊക്കെ വന്ന് ഇവിടെ എല്ലാവരും ഉണ്ട്. അച്ഛൻ പുറത്ത് മുക്കിലാണ്ട പോയിരിക്കുന്നു. അമ്മയുണ്ട്. അമ്മ രാത്രി കറിയൊക്കെ സെറ്റ് ചെയ്യാണ്. സാമ്പാർ രാത്രി ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ടേക്കും. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് അരപ്പൊക്കെ ചേർത്തായല്ലോ. അപ്പം എല്ലാവരും വീഡിയോ മാക്സിമം കാണാൻ സപ്പോർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് എനിക്ക് ഒന്നും പറയില്ല. അപ്പം എൻ്റെ ഇൻസ്റ്റയിലെ ഫ്രണ്ട്സ് ആവട്ടെ, യൂട്യൂബിലെ ഫ്രണ്ട്സ് ആവട്ടെ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. രണ്ടുപേരെങ്കിലും കാണുന്നുണ്ട്, സന്തോഷം. പിന്നെ എനിക്ക് എന്നെ കുറ്റം പറയുന്ന കുറച്ച് പേരുണ്ട്. എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം കുറ്റം പറയാൻ നമ്മളെ പല ഭാഗത്ത് നിന്ന് നമ്മളെ തളർത്താൻ ഒരുപാട് പേര് നിൽക്കും. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കുറ്റം പറയാനാണെങ്കിൽ, കുറ്റം കേൾക്കാനാണെങ്കിൽ പിന്നെ കേട്ടോണ്ടിരിക്കാനേ സമയം കാണും. നമ്മുടെ ഈ ചെവി കൂടെ കേട്ട് അതിലേ കൂടെ കളയാം. കാരണം ചിലപ്പോൾ നമ്മൾ നന്നാവുന്നത് ചിലർക്ക് കണ്ടുകൂടാ. നല്ല ഒരു സ്റ്റേജിലെത്തുമ്പോഴത്തേക്ക് അവർ പറയും, അവളിതോ അങ്ങനെ പോണു, ഇങ്ങനെ പോണു, ഇതാ അടക്കുന്ന തീരുന്നു. എന്തിനാ അങ്ങനെ പറയുന്നേ? അവരവരെ കാര്യം നോക്കി ഇരുന്നാൽ പോരെ. ഞാൻ എൻ്റെ കാര്യമാണെങ്കിൽ തന്നെ ഞാൻ ഒരാളിങ്ങനെ പറയുന്നത് കേട്ടു. അത് എന്നെ തന്നെയാണ് പറഞ്ഞത്. അത് ഞാൻ ചോദിക്കാനും പോയില്ല, എടുക്കാനും പോയില്ല. പക്ഷെ ആ പറയുന്ന ആൾക്കാർ നല്ലവരായിരിക്കണം. എന്താ ഇപ്പം അവർ ആ വീഡിയോ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും നിങ്ങളെയാണ് ഞാൻ പറയുന്നതെന്ന്. അതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഇനി ഏത് ഭാഷയിൽ എന്നെ ചീത്ത വിളിച്ചാലും എന്നെ കുറ്റം പറഞ്ഞാലും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. എന്തിനാ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേടിച്ചാൽ പോരെ. കൂടുതൽ സത്യം പറഞ്ഞ ഭൂരിപക്ഷം പെണ്ണുങ്ങളാണ് നുണ പറയുന്നത്. എന്തിനാ ഈ നുണ പറയുന്നത്? പെൺപിള്ളേർക്ക് വീട്ടിലെ ചോറും കറിയൊക്കെ വെച്ച് കൊച്ചുങ്ങളെ കാര്യം നോക്കി അങ്ങ് അടങ്ങി ഒതുങ്ങി നിന്നാൽ പോരെ. എന്തെന്തൊക്കെ പണിയുണ്ട്. കൊച്ചുങ്ങളെ പഠിപ്പിക്കാം, വീട്ടിൽ സ്പെഷ്യൽ ഐറ്റംസ് വയ്ക്കാം, അവരവരെ കാര്യം നോക്കി നിൽക്കണം. ഭൂരിപക്ഷം പെൺപിള്ളേർ എന്നെ അടുത്തിരുന്ന് ചൊറിഞ്ഞുകൊണ്ട് ഇന്ന് നുണയും കുതിയും പറയും. നുണ എല്ലാ പെൺപിള്ളേരും പറയുമെന്നല്ല. നല്ല പെൺപിള്ളേരുണ്ട്, കൊള്ളാത്ത പെൺപിള്ളേരുണ്ട്. എന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടെ ദൈവമേ. നമ്മളിപ്പം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനാണ് വീഡിയോ ചെയ്യുന്നത്. നമ്മൾ അവരെ കുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അവരെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നാട്ടിലുള്ള അവൾമാർക്കൊക്കെ എന്ത് അസുഖമാണെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ബാക്കിയുള്ള ആൾക്കാർ ഭയങ്കര സ്നേഹം കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല മോളെ, നല്ല രീതിക്ക് വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ചെയ്യുന്നെന്ന് പറഞ്ഞ ആൾക്കാരാണ് കുറ്റം പറയുന്നത്. എന്തിനാണോ എനിക്കറിയില്ല. പക്ഷേ ആദ്യമുക്കാലും ആൻറ്റിമാരെ എൻ്റെ അടുത്ത് പറഞ്ഞ് നല്ല കൊള്ളാം മോള് വീഡിയോ ചെയ്യണേ. ആൾക്കാർ അവൾമാർക്കൊന്നും വേറെ പണിയില്ലാതെ പറയും. അത് നമ്മളെ തളർത്താനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ഒരു പാതി വഴി വെച്ച വീഡിയോ നിർത്തണമല്ലേ, എനിക്ക് പ്രശ്നമില്ല. എന്നിട്ട് ഈ കുറ്റം പറയുന്ന നമ്മളമാരെ എന്നെ നാണം കെട്ടി എന്നോട് മിണ്ടാനും വരും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ, നാട്ടുകാരും പറയുന്നത് നിങ്ങൾ കേൾക്കരുത്. നിങ്ങളൊരു എന്താ പറയുക, നിങ്ങൾക്കൊരു മൈൻഡ് കാണുമല്ലോ എന്നത് ചെയ്യണം. അവർ പറയുന്നത് ഇവർ പറയുന്നത് നിങ്ങൾ ഉൾക്കൊണ്ടൊന്നും ചെയ്യരുത്. സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്ത് ആ വഴി തന്നെ മുന്നോട്ട് പോവാം കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം രാത്രി അതാണ് നല്ല ഉറക്കം വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഉറക്കം വന്ന് ഞാൻ തിരക്ക് കഴിഞ്ഞ് വൈകിട്ടാണ് വന്നത്. വൈകിട്ടൊന്നും കിടന്നുറങ്ങി, പിന്നെ ഉറക്കം വരുന്നില്ല. കിടന്നപ്പം എങ്ങോട്ടൊക്കെയോ പോയി ഉറക്കം. അപ്പം എന്താ പറയുക, ഇനി കിടന്നുറങ്ങണം. എൻ്റെ കണ്ണ് കാണുമ്പോൾ നിങ്ങൾക്കറിയാലോ ഉറക്കം നന്നായിട്ട് വരികയാണ്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കൂടെ തന്നെ. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.